بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي صلاة الصبح تطيب النفس. നമ്മുടെ സുബ്ഹി നിസ്കാരം നമ്മുടെ മനസ്സിന് ഉണർവേകും, ഒരു ഉന്മേഷം നൽകും. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, يعقد الشيطان على قافية رأس أحدكم 3 عقد إذا نام. നമ്മൾ ഉറങ്ങുന്ന സമയം, രാത്രി ഉറങ്ങാൻ കിടന്നാൽ പിശാച് നമ്മളുടെ പിരടിയുടെ ഭാഗത്ത് 3 കെട്ടുകളിടും. ബികുല്ലി ഉഖ്ദത്തിൻ യദ്രിബു അലൈക ലൈലൻ തവീല. ഓരോ കെട്ടിടുമ്പോഴും ആ പിശാച് പറയും, ഇനിയും രാത്രി ദീർഘമായി കുറേ ബാക്കിയുണ്ട്, ഉറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ നമ്മളെ ഉറക്കും. ആ 3 കെട്ട് എല്ലാ മനുഷ്യന്മാർക്കും ഇടും. ആരുറങ്ങുമ്പോഴും ശൈത്താൻ പിരടിയിൽ 3 കെട്ടിടും. فإذا استيقظ فذكر الله انحلت عقدة. റസൂൽ പറയാണ്, അങ്ങനെ അവൻ ഉറക്കം എഴുന്നേറ്റാൽ, അവൻ ദിക്ർ പറഞ്ഞാൽ, ഇൻഹല്ലത്ത് ഉഖ്ദത്തുൻ, അതിലൊരു കെട്ട് അടിയും. വഇദാ തവല്ലഅ ഇൻഹല്ലത്ത് അൻഹു ഉഖ്ദതാനി. അവൻ എഴുന്നേറ്റ് ദിക്റും പറഞ്ഞ് വുളൂ ചെയ്താൽ ആ 2ാമത്തെ കെട്ടും അഴിയും. ഫഇദാ സ്വല്ല ഇൻഹല്ലത്തിൽ ഉഖദു. നിസ്കരിക്കും കൂടി ചെയ്താൽ ആ 3 കെട്ടുകളും അഴിയും. അപ്പം രാത്രി ഉറങ്ങുന്ന സമയത്ത് എല്ലാ മനുഷ്യന്മാർക്കും ആ കെട്ടിടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദിക്ർ പറയാത്തവൻ ആ 1 കെട്ട് ബാക്കിയായി. ശേഷം വുളൂ ചെയ്ത് നിസ്കരിക്കാത്തവന് ആ 3 കെട്ടുകളും ബാക്കിയായി. ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്. ഇപ്പോൾ ഒരു മുഅ്മിനായ അടിമ എഴുന്നേൽക്കുമ്പോൾ ദിക്ർ പറഞ്ഞു, വുളൂ ചെയ്തു, നിസ്കരിച്ചു, അങ്ങനെയാണെങ്കിൽ ഫഅസ്ബഹ, അവൻ പ്രഭാതത്തിലാകും, നശീതൻ, നല്ല ഉന്മേഷമുള്ളവനാകും. ആ ഉറക്കച്ചടവും ക്ഷീണവും മടിയൊക്കെ മാറി നല്ല ഉന്മേഷമുള്ളവനാകും. തയ്യിബൻ നഫ്സി, നല്ല മനസ്സുള്ള, ഉണർവുള്ള മനസ്സ്, നല്ല മനസ്സോടുകൂടിയും എന്ത് ചെയ്യും, പ്രഭാതം ആരംഭിക്കും. അപ്പം ജോലിയിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും അവനെപ്പോഴും മാനസികമായി ഉഷാറുള്ളവനായിരിക്കും, മാനസികമായി എല്ലാത്തിനും ബലമുള്ളവനായിരിക്കും ആ ഒരു മുഅ്മിൻ. വ ഇല്ല, ഇന്നങ്ങനെ ചെയ്തില്ലെങ്കിൽ, ദിക്ർ പറഞ്ഞില്ല, വുളൂ ചെയ്തില്ല, നിസ്കരിച്ചില്ല, ആ കെട്ടുകളൊക്കെ എന്ത് ചെയ്യും, അവിടെ ബാക്കിയാവും. അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാന. അവൻ പ്രഭാതത്തിലാകുന്നത് ഖബീസൻ നഫ്സ്, മോശമായ സ്വഭാവം ഹൃദയം കൊണ്ടാണ്, മനസ്സുകൊണ്ടാണ്. അവൻ്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സായിരിക്കും, ഒരു ഉണർവില്ലാത്ത, ഉന്മേഷമില്ലാത്ത, ഒരു ബലമില്ലാത്തൊരു മനസ്സായിട്ടാണ് പ്രഭാതത്തിലാവുക. കസ്ലാന, അതുപോലെ തന്നെ മടിയനായിട്ടായിരിക്കും. പഠന സ്ഥലത്തേക്ക് പോകാനുള്ള മടി, ജോലിക്ക് പോകാനുള്ള മടി, ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റുള്ള കാര്യങ്ങളിലേക്ക്, ദുനിയാവിൻ്റെ വ്യവഹാരങ്ങളിലേക്ക് ഏർപ്പെടാനുള്ള മടി, അങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്ന് ആ ദിവസം എന്ത് ചെയ്യും, അങ്ങനെ പോകും. ഖബീസൻ നഫ്സ്, അവൻ്റെ മനസ്സും അങ്ങനെ തന്നെ എന്ത് ചെയ്യും, ശുഷ്കിച്ച മനസ്സായിരിക്കും, നല്ല ഉണർവില്ലാത്ത, ഒരു ഉന്മേഷമില്ലാത്ത, ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും ആ ദിവസം കഴിഞ്ഞു പോകുക. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അപ്പം സുബ്ഹി നിസ്കാരത്തിൽ രാവിലത്തെ എഴുന്നേറ്റ് ദിക്ർ പറഞ്ഞ് വുളൂ ചെയ്ത് സുബ്ഹി നിസ്കരിച്ചിട്ട് തൻ്റെ പുതിയ ആ ദിവസം ആരംഭിക്കുന്ന ഒരുവൻ നല്ല മാനസികാവസ്ഥയിലും നല്ല അന്തരീക്ഷത്തിലും എല്ലായിരിക്കും. നേരത്തെ ഇതൊന്നും ചെയ്യാത്തവനോ ആ ദിവസം ആരംഭിക്കുന്നത് വളരെ മോശം